നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾ ഇപ്പോൾ ഒരു അവസ്ഥയിൽ വന്ന് സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, വളരെയധികം തടസ്സങ്ങൾ വരുന്നു. എന്ത് ചെയ്താലാണ് ഈ തടസ്സങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക? ഇതാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, റെസനേറ്റ് ചെയ്യില്ല എല്ലാവർക്കും. എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് ഒരു തീരുമാനങ്ങളും എടുക്കരുത്, ഒരു ആക്ഷനും എടുക്കരുത് കേട്ടോ. അപ്പോ നമുക്ക് റീഡിംഗുമായിട്ട് മുമ്പോട്ട് പോകാം. ഓറക്കൽ മെസ്സേജ് ആണ് നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോ നമുക്ക് നോക്കാം. ഭഗവാനെ ഓം നമ ശിവായ. എന്ത് മെസ്സേജസ് ആണ്, ഓറക്കൽ മെസ്സേജസ് ആണ് ഭഗവാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്, പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ ഓം നമ ശിവായ. ഇത്രയും കാർഡൊന്നും എടുക്കാൻ പറ്റില്ല, ഈ ഒരു കാർഡാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. മറ്റേതെല്ലാം ഓക്കെ. ഇനി കാർഡ്സ് വരുന്നുണ്ടോ നോക്കാം. ഒരു മേജർ ഡിസ്ട്രക്ഷൻ വരുന്നുണ്ടെന്നാണ് കാണുന്നത്. വേറെ കാർഡ്സ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി കാർഡുകൾ ഉണ്ടോ നോക്കാം. അപ്പോ ഇവിടെ ഒരു 4 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്ന ഡിസ്ട്രോയർ, മേജർ ചേഞ്ച്. ഒരു വളരെയധികം നാശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്തെങ്കിലും നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ പല കാര്യങ്ങളും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളുടെ ജീവിതഗതി മാറുന്നത്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ വരാൻ പോകുന്നുണ്ട് ആർക്കും. പിന്നെ നിങ്ങൾ ഒരു വലിയൊരു യാത്ര പുറപ്പെടാൻ പോകുകയാണ്. ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ടാവും. എന്തായാലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര നിങ്ങൾ പുറപ്പെടുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സെൽഫിഷ് ആയിട്ട് സഹായിക്കുക, സ്വാർത്ഥതയോടെ സഹായിക്കരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയും മനസമാധാനത്തിന് വേണ്ടിയിട്ടും ഓം എന്ന മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. ഭഗവാനെ ശിവായ. അപ്പൊ നമുക്ക് ഇനി ടാരോ റീഡിങ്ങിലേക്ക് പോകാം. ടാരോ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത്, എന്ത് അവസ്ഥയിലാണ് എന്നാണ് നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളിപ്പോ ഏതവസ്ഥയിലാണ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നത് ഏതവസ്ഥയിലാണ്? ഭഗവാനെ കുറെ കാർഡ്സ് വരുമ്പോ കുറെ കാർഡ്സ് ആയിട്ട് വരുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലാവുന്നില്ല, നമുക്ക് നോക്കാം. ഇവിടെ 10 of Pentacles റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. Alright. ഇത് പലരുടെ അവസ്ഥയാണെന്ന് തോന്നുന്നു. പലരെ കാണുന്ന റീഡിംഗ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറെ കാർഡ്സ് വന്നത്. അപ്പൊ അവസ്ഥ ഇവിടെ ഫാമിലിയിൽ പ്രശ്നങ്ങളിൽ പെട്ട് ആരോ നിൽക്കുന്നുണ്ട്. ഫാമിലിയിൽ നേരത്തെ വളരെ സന്തോഷത്തോടെ കൂടി ജീവിച്ചിരുന്ന ഒരു ഫാമിലിയിൽ ഇപ്പോ എല്ലാം തകിടം മറിഞ്ഞ ഒരവസ്ഥ. ആരുടേത്? ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. പിന്നെ ഒരാളുടെ ജീവിതത്തിൽ അയാള് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്, അയാൾക്ക് ഓപ്ഷൻസ് കുറെ ഉണ്ട്. ചിലപ്പോൾ ജോലി കാര്യത്തിലാവാം, റിലേഷൻഷിപ്പിലാവാം. പല റിലേഷൻഷിപ്പ്, അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ പല ജോലികൾ, അല്ലെങ്കിൽ ജോലി ചൂസ് ചെയ്യണോ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യണോ എന്നൊരു സംശയം. അതുമല്ലെങ്കിൽ ജോലിയിൽ പല കമ്പനികളുടെ ഓഫർ വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ കല്യാണം അല്ലെങ്കിൽ കല്യാണാലോചനകളിൽ പല കല്യാണാലോചന വന്നിട്ടുണ്ട്. ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്നില്ല, അറിയാൻ പറ്റുന്നില്ല. അത് ഇമോഷണൽ ആയിട്ട് സ്റ്റക്കായി കിടക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഇത്
കുറേ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള കുറേ ഓപ്ഷൻസ് മുമ്പിലായിട്ട് ഇതിൽ നിന്ന് എന്ത് ചൂസ് ചെയ്യാൻ പറ്റും ചെയ്യണം എന്ന സംശയത്തില് സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരു എനർജി. പിന്നെ ഇതൊരു മരണമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന്റെ അവസാനം. ഈ ഒരു കാര്യത്തിൽ സ്കോർപിയോ സോഡിയക് സൈൻ ആണ്. എന്തോ ഒരു കാര്യത്തിന്റെ, എന്തോ ഒരു ഇമോഷണലിന്റെ അവസാനം, ഇമോഷണൽ അറ്റാച്ച്മെന്റിന്റെ അവസാനം, ഒരു മരണം, ഒരു നഷ്ടപ്പെടൽ, അതോടുകൂടി ഒരാൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണമെന്നോ അറിയാതെ ഒരാള് സ്റ്റക്കായിട്ടിരിക്കുന്നു ഇവിടെ എന്നാണ് കാണിക്കുന്നത്. അടുത്ത കാർഡ് കാണിക്കുന്നത് ലവേഴ്സ് ആണ്. ലവേഴ്സ്, അപ്പൊ ഇത് ഒരു പ്ലേറ്റോണിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ വളരെയധികം സ്നേഹമുണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്, സോൾമേറ്റ് കണക്ഷൻ ആണ്. പക്ഷെ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയിട്ടില്ല. ഇതിവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ട് ഇവിടെ സ്റ്റക്കായിട്ട്, ജെമിനായി സോഡിയക് സൈൻ ആണ്, ഇവിടെ വന്ന് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോ ഈ സ്റ്റക്കായിട്ടിരിക്കുന്നതിന്റെ കാര്യം ചിലപ്പോ ഇവിടെ കൺഫേം ആയിട്ടുണ്ടാവില്ല. ഇത് തന്നെയാണോ എനിക്ക് വേണ്ടത്. വളരെയധികം അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്, വളരെയധികം യൂണിറ്റി, ഒരു അടുപ്പം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതാണോ ശരിക്കുള്ള എന്റെ റിലേഷൻഷിപ്പ് എന്ന് ഒരാൾക്ക് സംശയമുണ്ട്. ഇത് സോൾമേറ്റ് കണക്ഷൻ ആണ്. ഇത് രണ്ട് ട്രൂ ലവേഴ്സ് ആണ്. ഇത് ദൈവമായിട്ട് വിധിച്ച ഒരു റിലേഷൻഷിപ്പ് ആണ്. പക്ഷെ അത് കൺഫർമേഷൻ കിട്ടാതെ ഒരാള് സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട്, അടുത്ത ആക്ഷൻ എടുത്തിട്ടില്ല. അടുത്തത് ഹൈ പ്രീസ്റ്റസ് ആണ്, വെർഗോ പൈസ. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞാൽ കുറെ അധികം സീക്രട്സ് സൂക്ഷിക്കുന്ന, കുറെ അധികം സംസാരിക്കാത്ത ഒരു എനർജി. ഇവിടെ നോളജ്, അറിവ്. അപ്പോ അറിവ് ലഭിച്ചത് എന്തോ ഒരു അവസ്ഥയിൽ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ എന്തോ ഒരു അറിവ് ലഭിച്ചത് കൊണ്ട് അവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു വിസ്ഡം, അറിവായിരിക്കാം, ഒരു തിരിച്ചറിവായിരിക്കാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റാതെ, കാരണം നമ്മൾ മുമ്പിൽ കാണുന്നത് വ്യത്യാസം, നമ്മൾക്ക് മനസ്സിലാകുന്നത് വേറൊരു കാര്യം. അപ്പൊ ഇതിന്റെ ഒരു ഇടയിൽ നിന്നിട്ട് ഒരാള് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അടുത്ത ആക്ഷൻ എന്തെടുക്കണമെന്ന് അറിയാതെ. അടുത്തത് ഇമോഷണൽ. ഇത് എയ്റ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, വെർഗോ പൈസസ് ആണ്. ഇത് എയ്റ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, ക്യാൻസർ പൈസസ് സ്കോർപിയോ ആണ്. ഇത് എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ ആയിട്ട് ഡിറ്റാച്ച് ചെയ്യുക, എനിക്ക് ഇനിയും മുമ്പോട്ട് പോകണം. ഇവിടെ ഇമോഷണൽ, എനിക്ക് എല്ലാ സിറ്റുവേഷനിലും നമ്മൾക്ക് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അവിടെ നിൽക്കാൻ തോന്നുക. ഇവിടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ അത് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരാള്. അത് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ ഇതിന്റെ ഭാവി എന്താവും? എങ്ങനെയുള്ള ചിന്തകളിൽ ഒരാൾ സ്റ്റക്കായിട്ടിരിക്കും. തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഒരു അനിശ്ചിതാവസ്ഥ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അവസാനത്തെ കാർഡ് എംപറർ ആണ്, ഏരീസ് സോഡിയക് സൈൻ ആണ്. എംപറർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ്. ചക്രവർത്തി ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചക്രവർത്തി വിചാരിക്കുന്നത് ഞാൻ എന്റെ വിജയക്കൊടി നാട്ടിക്കഴിഞ്ഞു, എനിക്ക് ഇനി ഒന്നും മുമ്പോട്ട് ചെയ്യാനില്ല, ഞാൻ എത്തേണ്ടടുത്ത് ഞാൻ എത്തിക്കഴിഞ്ഞു എന്ന നിലയിലാണ് ഇവിടെ സ്റ്റക്കായിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല, മനസ്സിലായി? നമ്മൾ എപ്പോഴും ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇനിയും ബെറ്റർ ആവാം എന്നൊരവസ്ഥയാണ് മനുഷ്യന്റെ കാര്യം. എന്ത് ജീവജാലമാണെങ്കിലും അങ്ങനെയാണ്. ജീവനുള്ള ഒരു സാധനം ഇനിയും ബെറ്റർ ആവാം, ഇനിയും ഇംപ്രൂവ് ചെയ്യാം എന്നൊരവസ്ഥയിലാണ് എപ്പോഴും ഇരിക്കുക. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയും. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, അവസാനിക്കാത്തൊരു വർക്കാണ്. പക്ഷെ ഈ ചക്രവർത്തി വിചാരിക്കുന്ന ഞാൻ ഇവിടെ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു. ഇപ്പോ നമ്മൾ എത്ര പൈസ സമ്പാദിച്ച് നമ്മൾ ബാങ്കിൽ കൊണ്ടേ കോടികൾ ഇട്ടാലും അതിനകത്തേക്ക് പിന്നെയും നമ്മൾ ഇട്ടില്ലെങ്കിൽ നമ്മൾക്ക് ചെലവുകളുണ്ട്. നമ്മൾ എടുത്തോണ്ടിരിക്കുമ്പോൾ അത് തീർന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ പിന്നെ സീറോയിലേക്ക് പോകും. അപ്പൊ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഈ ചക്രവർത്തിയുടെ വിചാരം ചക്രവർത്തി എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു, ഇനി മുമ്പോട്ട് പോകണ്ടെന്നാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് താഴത്തേക്കാണ് പോവുക, തിരിച്ചിറങ്ങേണ്ടി വരും. നമുക്ക് മുകളിലേക്ക് പോകാനില്ല. നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ഞാൻ എത്തേണ്ട ഉയരങ്ങൾ എത്തിക്കഴിഞ്ഞു, ഇനി എനിക്ക് ഉയരത്തിലേക്ക് പോകാനില്ല, അപ്പൊ ഞാൻ തിരിച്ചിറങ്ങേണ്ടി വരും. ആ ചക്രവർത്തിയുടെ അവസ്ഥ അതാണ്. പക്ഷെ ചക്രവർത്തിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത്. ചക്രവർത്തി വിചാരിക്കുന്നത് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ്. അപ്പൊ പിന്നെ ചക്രവർത്തിയുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ തുടങ്ങും. ഇത് ഏരീസ് സോഡിയക് സൈൻ ആണ്. ഓൾറൈറ്റ്, അപ്പൊ ഇത്രയുമാണ് നിങ്ങളുടെ അവസ്ഥ കാണിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥയിലുള്ള ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, എന്തൊക്കെ തടസ്സങ്ങളാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്
നിങ്ങളുടെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ എന്താണ് തടസ്സം? മുമ്പോട്ട് പോകുന്നില്ല, ഇവരാരും മുമ്പോട്ട് പോകുന്നില്ല, എല്ലാവരും സ്റ്റക്കായിട്ടിരിക്കുകയാണ് പല അവസ്ഥകളിലും. അപ്പോ ഈ അവസ്ഥകളിലെ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങള് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 4 കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ പ്ലാനുകളെല്ലാം ചെയ്ത് ഈ മുമ്പോട്ട് പോകുന്നതിന്റെ പലരുടെ ഇത് കണ്ടു നമ്മൾ. ഇനി അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള എന്തൊക്കെ തടസ്സങ്ങളാണ്, ഇതിൽ ഏതെങ്കിലും ആയിരിക്കാം. നിങ്ങൾ ഇപ്പൊ ഈ വന്നിരിക്കുന്നവരുടെ എനർജിയിൽ നിങ്ങൾ അവസ്ഥകളില് തടസ്സങ്ങള് ഇതാണെന്നാണ് പറയുന്നത്. ഇത്രയും തടസ്സങ്ങളാണ് ഈ വന്നിരിക്കുന്നവരുടെ എനർജിയിൽ ഉള്ളത്. ആദ്യത്തെ തടസ്സം പറയുന്നത്, നിങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ അതിന് റിസൾട്ട് കണ്ടില്ല. നമുക്ക് ഒരു കാര്യം ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിയാക്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്യും, അല്ലാതെ ആക്ഷൻ എടുത്തോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതിന്റെ എന്താണ് ആക്ഷൻ എടുത്തിട്ട് അതിന്റെ എന്താണ് റിസൾട്ട് വന്നത് നമ്മൾ അറിയണം, എന്നിട്ട് വേണം അടുത്ത ആക്ഷൻ എടുക്കാൻ. നിങ്ങൾ ആക്ഷൻ എടുത്തോണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ഈ വ്യക്തി ആക്ഷൻ എല്ലാം എടുത്തു. ഇപ്പോ പറയില്ലേ ചില സമയത്ത് നിങ്ങളുടെ അടുത്തുള്ള എല്ലാ സമ്പാദ്യങ്ങളും ഒരു പെട്ടിയിൽ വെക്കരുത്, പല സ്ഥലത്തായിട്ട് വെക്കണം. പക്ഷെ ഈ വ്യക്തി എല്ലാം കൂടെ ഒറ്റയടിക്ക് 100% ഇൻവെസ്റ്റ് ചെയ്തു ഒരു അവസ്ഥയിൽ, എന്നിട്ട് അതിന്റെ റിസൾട്ട് വരാൻ കാത്തിരുന്നു. പക്ഷേ റിസൾട്ട് ഒന്നും വന്നില്ല. അപ്പൊ നിങ്ങൾ 100% ഇൻവെസ്റ്റ് ചെയ്തതാണ് ഇവിടെ പ്രശ്നമായിരിക്കുന്നത്. അതാണ് തടസ്സം. ഒരു കാര്യത്തിൽ 100% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരാളൊരു എന്താ പറയാ 100 രൂപ ചോദിച്ചാൽ നമ്മൾ 200 രൂപയായിട്ട് കൊടുക്കുന്ന വളരെ വിശാല മനസ്കരായ ആളുകളുണ്ട്. ചിലപ്പോൾ ആ 200 രൂപയായിരിക്കും നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നത്. അയാൾ ചോദിച്ചുകൊണ്ട് 200 രൂപ ഇരിക്കട്ടെ, വളരെ ദാനശീലനായിട്ട് കൊടുത്തു, ദാനശീലയായിട്ട് കൊടുത്തു. നമ്മളുടെ അടുത്ത് പൈസ ഇല്ല, ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ വഴിയാധാരമാകും. മനസ്സിലായോ? അയാൾ ചോദിച്ചിട്ടുമില്ല, പക്ഷെ നമ്മളുടെ വിശാല മനസ്കരം നമ്മൾ കുഴിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരാള് 100 രൂപ കൊടുത്താൽ 100 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് 100 രൂപ അല്ലെങ്കിൽ 50 രൂപ കൊടുക്കുക. 50 രൂപ നിങ്ങൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാതിരുന്ന ഒരാളാണ്, അതാണ് നിങ്ങളുടെ തടസ്സങ്ങൾ. ചോദിക്കുന്നതിൽ കൂടുതൽ കൊടുക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നതാണ് ഒരു കാര്യം. അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന സ്നേഹബന്ധത്തിലാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എല്ലാം കൊണ്ട് കൊടുത്തേക്കാം എന്നൊരു മനോഗതാണ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്തിലാണെങ്കിലും ബ്ലോക്കുകൾ വരാനുള്ള കാരണം ഇതാണെന്നാണ് പറയുന്നത്. ആലോചിച്ച് പെരുമാറുക. രണ്ടാമത്തെ കാര്യം നൈറ്റ് ഓഫ് സ്വേർഡ്സ്. ഈ നൈറ്റ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ വയലന്റ് ആയ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ ചിന്തിച്ചു പ്രവർത്തിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മനസ്സിലായോ? എന്ത് കാര്യം പ്രവർത്തിക്കുമ്പോഴും എടുത്തു ചാടി സംസാരിക്കുകയോ മറുപടി പറയുകയോ ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്യരുത്. ഒന്ന് ചിന്തിച്ച് ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കാം, എനിക്ക് ഇത് പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നെല്ലാം ആലോചിച്ച് വേണം ഇവിടെ തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് പറയുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അടുത്ത കാർഡ് 10 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എന്ത് ബന്ധവും ആയിക്കോട്ടെ, ഫാമിലിയോ നിങ്ങളുടെ പാരന്റ്സ് ആയിട്ടുള്ള ബന്ധം, ബ്രദർ സിസ്റ്റേഴ്സ് ആയിട്ട്, ഫ്രണ്ട്സ് ആയിട്ട്, ആരുമായിട്ടുള്ള ബന്ധം, ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് ഒരു അവസാനത്തിലേക്ക് പോകാതിരിക്കാൻ ട്രൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അന്ധമായിട്ട് ആരെയും വിശ്വസിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ചതിയും വഞ്ചനയും കണ്ടു കഴിഞ്ഞാൽ അതിന് നമ്മൾ മാപ്പ് കൊടുത്തും, നിങ്ങൾ ഒരാളും ഒരു പ്രാവശ്യം ചതിച്ചു, നിങ്ങൾ അത് മാപ്പ് പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെയും അയാള് ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യവും അയാൾ അത് ചെയ്തു. മൂന്നാമത്തെ പല ആവർത്തിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പലരും നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, ഹേർട്ട് ചെയ്യുന്നുണ്ട്, ചതിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ അവർക്കെല്ലാം മാപ്പ് കൊടുത്തു അവരെ പിന്നെയും ചേർത്ത് പിടിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് പണി തരുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോകുക. അല്ലെങ്കിൽ പാവമല്ലേ, കുഴപ്പമില്ലേ, ഞാനല്ലാതെ ആരുമില്ല. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഈ വ്യക്തിയുടെ ജീവിതം വളരെ മോശമായിരുന്നു, അമ്മയില്ലാതെ വളർന്ന ആളാണ്, അച്ഛനില്ലാതെ വളർന്ന ആളാണ്, അനാഥയായിട്ട് വളർന്ന ഒരാളാണ്. പക്ഷെ അതൊന്നും ആർക്കും ഒരു അവകാശവും കൊടുക്കുന്നില്ല മറ്റുള്ളവരോട് ചീത്തയായിട്ട് പെരുമാറാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളുടെ ചെറുപ്പത്തിൽ അയാൾ വളരെ കഷ്ടപ്പെട്ടാണ്, വളരെ മറ്റുള്ളവരെ വേദനിപ്പിച്ചു, ആരും നോക്കാണ്ട് വളർന്ന ഒരാളാണെങ്കിൽ നമ്മളല്ലല്ലോ അവരോട് തെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ അവരത് മനസ്സിലാക്കി പെരുമാറണം. അവരാരെങ്കിലും സ്നേഹിക്കുമ്പോൾ അവരതിന് വില നൽകണം.
അതിന് വില നൽകാത്ത ഒരാളെ നമ്മൾ എക്സ്ക്യൂസ് കണ്ടിട്ട് അയ്യോ പാവം വളരെ കഷ്ടപ്പാടായിരുന്നു നമ്മൾ എല്ലാവരും കഷ്ടപ്പാടിൽ കൂടെ പോയതാണ്, നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ വേറൊരാളെ സ്നേഹിക്കുമ്പോൾ നമ്മള് ആ ഒരു ചിന്തയിലല്ല എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇവർക്കും കിട്ടരുത് എന്നൊരു മെന്റാലിറ്റിയിലാണ് പോകുന്നത്. ഒരു തരത്തിലും സന്തോഷം നമുക്ക് ഉണ്ടാവില്ല ജീവിതത്തിൽ. ചില അച്ഛനമ്മമാര് പറയാറുണ്ട്, ഞങ്ങൾക്കൊന്നും ആരും തരാനില്ല, നിങ്ങൾക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം സ്വന്തം നോക്കിക്കോണം എന്ന് പറയുന്ന പല അച്ഛനമ്മമാരുണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ചിലരുണ്ട്. പക്ഷെ അത് ശരിയല്ല. നമ്മളുടെ മനസ്സ് എങ്ങനെയായിരിക്കും, നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ മക്കൾക്ക് അത് അങ്ങനെ ഒരു അവസ്ഥ വരും. കാരണം നമ്മളുണ്ടല്ലോ കൂടെ. നമുക്ക് അറിവുണ്ട്, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. നമ്മൾക്ക് കിട്ടിയില്ല, അത് പഴയ കാലഘട്ടമാണ്. അന്നത്തെ നമ്മൾ അച്ഛനമ്മമാർക്ക് അതിനെക്കുറിച്ച് അധികം വിവരം ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? അപ്പോ നമുക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കരുത്. ഇങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലുണ്ട്. അവർക്ക് കിട്ടിയിട്ടില്ല സന്തോഷവും സ്നേഹവും ആരും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്, അവരെ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് അതുപോലെ പെരുമാറേണ്ട കാര്യമില്ല. നിങ്ങളോട് അതുപോലെ പെരുമാറുമ്പോൾ നിങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരാളെ സ്നേഹിക്കാൻ മനസ്സുള്ള, സഹായിക്കാൻ, എന്തും കൊടുക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയാവുമ്പോൾ അയാൾ തിരിച്ച് നിങ്ങളോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. അതാണ് നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്ക് ആയിട്ട് വരുന്നത്. അടുത്തത് ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്നു, പലരുടെ എനർജിയാണ് ഇവിടെ വന്നത്. ഇവിടെയും പലരുടെ എനർജിയിലുള്ള ബ്ലോക്കുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വയം വിശ്വസിക്കുകയാണ്, എനിക്ക് എല്ലാവരെയും ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റും, എന്റെ അത്രയും വേറെ ആർക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആളെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അധപതനം തുടങ്ങി. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവരെ നമ്മളെ എടുക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇവിടെ ഒരു എനർജിയുടെ ബ്ലോക്ക് ആയിട്ട് വരുന്നത്, നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നു നിങ്ങളാണ് പെർഫെക്റ്റ് ആയിട്ട് ഒരാളെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളെന്ന്. പക്ഷെ റിയാലിറ്റിയിൽ അതല്ല. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക്. മനസ്സിലായോ? നിങ്ങളെ തന്നെ വലിയ ആളായിട്ട് വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ദൈവമായിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തതാണെന്ന് വിശ്വസിക്കുന്ന മറ്റുള്ളവർക്ക് വലിയൊരു തലവേദനയായിട്ട് മാറും. അതാണ് നിങ്ങളുടെ ഒരാളുടെ ജീവിതത്തിലുള്ള ബ്ലോക്ക്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. ലാസ്റ്റ് കാർഡ് പേജ് ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് എന്താ പറയാ, പ്ലാനിങ്ങോട് കൂടി ഈ പേജ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിന്റെ സമയമാണ്. ഒരു വിത്ത് വിതച്ചു കഴിഞ്ഞാൽ വിത്ത് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ആ വിത്തിനെ എന്ത് ചെയ്യണം, ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു പ്ലാൻ നമ്മളുടെ കയ്യിൽ വന്നു. ഇനി ഇത് എങ്ങനത്തെ ആക്ഷൻ എടുക്കണമെന്നാണ് ഒരു പേജ് ഓഫ് വാൻഡ്സ് എപ്പോഴും ചിന്തിക്കുക. ആക്ഷൻ എടുക്കാനുള്ള സമയമായിട്ടില്ല, ചിന്തിക്കാനുള്ള സമയമാണ്. ചില സമയത്ത് അത് ചിന്തിക്കാതെ ആക്ഷൻ എടുക്കും. അത് പണിയാവും. നമ്മൾക്ക് ഒരു വിത്ത് നമ്മളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് തരം വിത്താണ്, അത് എന്ത് വലിപ്പം വെക്കും, അതിന്റെ ചെടി വലുതാവും, ചെറിയ ചെടിയാണോ വലിയ ചെടിയാണോ, എന്ത് തരം ചട്ടിയിൽ വെക്കണം, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇതൊന്നും പ്ലാൻ ചെയ്യാണ്ട് ഒരു ചെറിയ കപ്പിൽ നമ്മൾ ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം നമ്മളത് പറിച്ചു നടണം. അതുമല്ല, നമ്മൾ വിചാരിക്കുന്ന അധികം അത് വളരാനും ചാൻസ് കുറവാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള കുറെ ബ്ലോക്കുകളാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്ലാനിങ്ങോടുകൂടെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണെന്ന ചിന്ത കളയുക. മൂന്നാമത്തത്, നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ട കാര്യമില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മാറിപ്പോകുക. പിന്നെയുള്ളത്, നിങ്ങൾ എന്താ പറയാ, ഇവിടെയും ആലോചിച്ച് പെരുമാറണം. ഇമ്പൾസീവ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കരുതെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ 100% ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റഡ് ആവരുത്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ തടസ്സങ്ങൾക്ക് കാരണം എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ്? പേജ് ഓഫ് വാൻഡ്സ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് ഈ തടസ്സങ്ങൾ മാറാനായിട്ട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഫ്ലെക്സിബിൾ ആവണമെന്നാണ് യൂണിവേഴ്സ്. ആ ഒരു കാർഡേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്, വേറെ കാർഡ്സ് ഒന്നും വന്നില്ല. ആ ഒരു കാർഡ് മാത്രമേ വീണുള്ളൂ. ഇത് ഇങ്ങനെ വരുമ്പോൾ ഇത് 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച്, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്റെ ലൈഫ് എപ്പോഴും കഷ്ടമായിരുന്നു, എന്നെ എല്ലാവരും ദ്രോഹിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. എന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ ഓഫർ കിട്ടുന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ.
അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അത് വിട്ട് കളയുക. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാതെ പുതിയ എന്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുവരുന്നത് എന്ന് ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആകുക. മനസ്സിലായോ? അതാണ് യൂണിവേഴ്സ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. ഇമോഷണലി കുറച്ച് ഫ്ലെക്സിബിൾ ആവുക. നമ്മള് ചില സമയത്ത് നമ്മൾക്ക് ഇത് ഭയങ്കര ദേഷ്യം കൂടും. ചിലര് നമ്മളോട് ചെറുതായ ഒരു തെറ്റ് ചെയ്താൽ പോലും നമ്മളത് വലുതാക്കി എടുത്ത് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെയൊന്നും പാടില്ല എന്നാണ്. കുറച്ചും കൂടെ ഇമോഷണൽ കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് കാണുക. പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് കാണാൻ ശ്രമിക്കുക. അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. ബ്ലോക്കുകളിൽ നിന്ന് വിട്ട് മാറുക. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ഈ തടസ്സങ്ങളിൽ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാ തടസ്സങ്ങളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇമോഷണൽ ബ്ലോക്ക് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. എക്സ്പെക്ടേഷൻ കൂടുന്ന, അതിനനുസരിച്ച് കിട്ടാതാവുമ്പോൾ ഒരു ഇമോഷണൽ പ്രോബ്ലം. ഈഗോയും അത് ഒരു തരത്തിലുള്ള ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആണ്. അപ്പോ കുറച്ച് ഫ്ലെക്സിബിൾ ആവണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത്. സ്റ്റിഫ് ആയിട്ട് ഇരിക്കാതിരിക്കുക. കയ്യും കെട്ടി ഒരാൾ ഒരു അഡ്വൈസ് തരുമ്പോൾ കയ്യും കെട്ടി ഇരിക്കുമ്പോൾ ഞാൻ ആ അഡ്വൈസ് സ്വീകരിക്കുന്നില്ല എന്ന ഒരു അവസ്ഥയാണ്. അത് പാടില്ല. കുറച്ച് ഫ്ലെക്സിബിൾ ആവുക. നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നവരെ, നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. എല്ലാവരും നമ്മളുടെ നല്ലത് ആഗ്രഹിക്കണമെന്നില്ല. പക്ഷെ ചിലരെങ്കിലും നമ്മളുടെ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവര് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരെ ഇൻസൾട്ട് ചെയ്യുകയോ അവഗണിക്കുകയോ അവരുടെ ഫോൺ എടുക്കാണ്ടിരിക്കുകയോ അവര് എന്തുണ്ട്, സുഖമാണോ, നീ എന്ത് ചെയ്യുന്നു എന്നൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രശ്ന സമയത്ത് സഹായിച്ചിട്ടുള്ളവരായിരിക്കും ചിലര്. അപ്പൊ അവര് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ സംസാരിക്കുക. മനസ്സിലായി? പണ്ടൊരു എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേൾക്കുക, അത് ഉൾക്കൊള്ളണോ അതനുസരിച്ച് പ്രവർത്തിക്കണോ എന്ന് തീരുമാനിക്കുന്ന നിങ്ങളാണ്. പക്ഷെ ആൾക്കാരെ നിങ്ങളോട് പറയാൻ ശ്രമിക്കുമ്പോൾ അത് കേൾക്കുക. അവർക്ക് അങ്ങനെ ഒരു റെസ്പെക്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിരിക്കരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യ സമയത്ത് പലരും ഉപകരിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളായിട്ട് അത് ഒഴിവാക്കി വിടരുത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ തടസ്സങ്ങൾ മാറിയിട്ട്, തടസ്സങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങള് പല വഴികൾ ചിന്തിക്കുക. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നവരുടെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ചാൽ അവരുടെ ഇംഗ്ലീഷുകാർ പറയും സ്റ്റാൻഡിങ് ഇൻ ദിയർ ഷൂസ് എന്ന് വെച്ചാൽ അവരുടെ ചിലപ്പോ ഷൂസ് ഇട്ടുകൊണ്ട് നടക്കാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. ചിലപ്പോ നമ്മളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ഷൂസിന്റെ ഉള്ളിൽ കല്ലുണ്ട് അല്ലെങ്കിൽ ഷൂസ് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് അയാളുടെ മൊത്തം ഇമോഷനെ ബാധിക്കും അല്ലെ. അപ്പൊ അയാൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പൊ നല്ലൊരു കാര്യം നമ്മൾ അയാളോട് ചോദിച്ചാലും ചിലപ്പോൾ നമ്മളെ ചാടിക്കടിക്കാൻ വരും. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഷൂസിൽ നിന്നിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടെ നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാമെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫ്ലെക്സിബിൾ ആവുക, സ്റ്റിഫ് ആയിട്ട് ഇരിക്കരുത് എന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.